ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഇന്ന് കൊച്ചിയിൽ നടക്കും. ജനറൽ ബോഡി യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാലും ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദനും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഗുഡ് മോർണിംഗ്. അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തന്നെ തുടരുമെന്ന് അറിയുന്നു. ട്രഷററും ഉണ്ണി മുകുന്ദനാണെന്ന് അറിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടതും ആകാംക്ഷയുള്ളതും ജനറൽ സെക്രട്ടറി ആര് എന്നുള്ളതാണ്. ഇടവേള ബാബു ഒഴിയുന്ന സ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ളതാണ്. ആരൊക്കെയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്? സാധ്യതകൾ എങ്ങനെയാണ്? അശ്വതി, ഗുഡ് മോർണിംഗ്. ജനറൽ ബോഡി യോഗം കൊച്ചിയിൽ ചേരുകയാണ്. ഇവിടെ കൺവെൻഷൻ സെൻറ്ററിൽ, കൊച്ചിയിലെ കലൂരിലുള്ള ഒരു കൺവെൻഷൻ സെൻറ്ററിലാണ് യോഗം ചേരുന്നത്. 10 മണിയോടുകൂടി യോഗ നടപടികൾ ആരംഭിക്കും. അതിനുശേഷം പിന്നീട് ഔപചാരികതകൾക്ക് ശേഷം പിന്നീട് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലെല്ലാം കടക്കും. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇടവേള ബാബു ഇതിൽ നിന്ന് ഈ സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നു എന്നതാണ്. കാരണം കഴിഞ്ഞ കുറേ അധികം നാളെ, ഏതാണ്ട് 25 വർഷത്തോളമായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു അങ്ങനെ തന്നെയാണ്. ഇടവേളകളില്ലാതെ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുകയായിരുന്നു എന്നതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞത്, ഞാനതൊരു ഇടവേള എടുക്കുന്നു എന്ന രീതിയിലാണ് അത് പറയുകയും ചെയ്തത്. എന്തായാലും ആ സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നു എന്നതാണ്. സ്ഥാനത്തേക്ക് മാത്രമല്ല, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രമല്ല, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും എല്ലാം തന്നെ മത്സരം നടക്കുന്നു. 3ാം തവണയും എതിരില്ലാതെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മോഹൻലാൽ, അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ചാണ്, അതായത് എല്ലാ സ്ഥാനങ്ങളിലേക്കും മത്സരം നടക്കട്ടെ, മത്സരിച്ച് തന്നെ ഈ അംഗങ്ങൾക്കിടയിൽ തന്നെ അങ്ങനെ ഒരു രീതിയിലേക്ക് വന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് രംഗത്തിലൂടെ തന്നെ ഇതിൻ്റെ ഒരു നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യമായ രീതിയിൽ തന്നെ മത്സരം ഉണ്ടാകുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടൻ സിദ്ദിഖ്, അതോടൊപ്പം തന്നെ കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ തുടങ്ങിയവരെ ഈ മത്സരരംഗത്തുണ്ട്. അതിൽ സിദ്ദിഖിന് പലരും മുൻതൂക്കം നൽകുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിബന്ധങ്ങളും അടുപ്പങ്ങളും എല്ലാം തന്നെയും കഴിഞ്ഞ കുറേ നാളുകളായി സംഘടനയ്ക്കകത്ത് അദ്ദേഹം നന്നായ രീതിയിൽ തന്നെ എല്ലാവരുമായിട്ടുള്ളൊരു മികച്ച സൗഹൃദം ഇതെല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വളരെ സജീവമായിട്ട് തന്നെ പരിഗണിക്കപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് ആ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രികകളുണ്ട്. 3 പേര്. അതിനുശേഷം മത്സരം നടക്കുമെന്ന് അറിയുന്നു. പിന്നീട് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത് 2 പേര് മത്സരരംഗത്തുണ്ട്. ബാബുരാജും അനൂപ് ചന്ദ്രനും മത്സരരംഗത്ത് വരുമ്പോൾ വൈസ് പ്രസിഡന്റ് 2 സ്ഥാനങ്ങളുണ്ട്. വൈസ് പ്രസിഡന്റായിട്ട് ഇവിടേക്ക് മഞ്ജു പിള്ളയും അതോടൊപ്പം തന്നെ ജഗദീഷും ജയൻ ചേർത്തലയും ആണ് 3 പേരാണ് ഇവിടെ മത്സരിക്കുന്നത്. 11 അംഗ എക്സിക്യൂട്ടീവിലേക്ക് 12 പേര് മത്സരരംഗത്തുണ്ട്. വനിതാ താരങ്ങൾ ഉൾപ്പെടെ മത്സരരംഗത്തുണ്ട്. അമ്മയുടെ നിയമാവലി അനുസരിച്ചുകൊണ്ട് ഈ സംഘടനയുടെ ചുമതലകളിൽ, അതിൻ്റെ ഔദ്യോഗിക തലങ്ങളിൽ വനിതകൾക്ക് പ്രാതിനിധ്യം വേണമെന്ന് നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വനിതകളും മത്സരരംഗത്ത് തന്നെ സജീവമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രഖ്യാപനവും കാര്യങ്ങളെല്ലാം തന്നെ വൈകിട്ടാണ്. ഔപചാരികമായ രീതിയിൽ തന്നെ ഒരു വാർത്താ സമ്മേളനം നടത്തി വിശദീകരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളെ അങ്ങനെയൊന്നില്ല. വാർത്താക്കുറിപ്പാണ് നൽകുന്നത്. ഒരുപക്ഷെ അത്തരം വാർത്താക്കുറിപ്പ് മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ചുള്ളൊരു അറിയിപ്പ് ആണ് ഉണ്ടാവുക എന്നുള്ളൊരു സൂചനകളുണ്ട്. 10 മണിയോടുകൂടിയാണ് ഇതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ജനറൽ ബോഡി യോഗങ്ങളടക്കം ആരംഭിക്കുക. ശരി ഡാനി, എന്തായാലും അമ്മ ഭാരവാഹികളെ, പുതിയ ഭാരവാഹികളെ വൈകുന്നേരത്തോടെ അറിയാൻ സാധിക്കും. മോഹൻലാൽ തുടരും. ഒപ്പം ഉണ്ണി മുകുന്ദൻ ട്രഷററായി ചുമതലയേൽക്കും. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.